കാവ്യാമൃതം കാവ്യാമൃതം കാവ്യാമൃതം. സന്ധ്യകളിൽ കൂട് തേടി പറന്നു വരുന്ന കിളിക്കൂട്ടങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അകലെ ആകാശച്ചെരിവിലൂടെ കൂട്ടം കൂട്ടമായി ഇങ്ങനെ പറന്നു പോകുന്ന കിളികളെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കറുകുറ്റിയിൽ ലിറ്റിൽ ഫ്ലവർ നൗഷേറ്റ് ഹൗസിൽ CMI സഭയുടെ കൊച്ചി പ്രൊവിൻസിൻ്റെ കീഴിലുള്ള നവസന്യാസ പരിശീലന ഭവനമാണ്. ഞങ്ങൾ അവിടെയാണ് നവസന്യാസ പരിശീലനം നടത്തിയത്. ഈ നവസന്യാസ പരിശീലനത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ പ്രാർത്ഥനാപൂർവം സന്ധ്യകളിൽ ധ്യാനിച്ചിരുന്ന സമയത്ത് അത് പലപ്പോഴും നൗഷേറ്റിൻ്റെ പുറത്ത് തോട്ടത്തിലും മരങ്ങൾക്കിടയിലുമൊക്കെ നിന്ന് ധ്യാനിക്കാനുള്ള അവസരമുണ്ടായപ്പോൾ സന്ധ്യകൾ ഇത്തരത്തിൽ വർണ്ണാഭമാകുന്നത് വളരെ ആരാധനയോടെയാണ് ഞാൻ കണ്ടിരുന്നത്. പ്രാർത്ഥനാപൂർവം സന്ധ്യകളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ഇങ്ങനെ പറന്നു പോകുന്ന കിളികൾ, അതും കൂട്ടം തെറ്റാതെ കൂട്ടമായി ഇങ്ങനെ പോകുന്ന കിളികൾ, ഇടയ്ക്ക് ഒന്നോ രണ്ടോ അല്പം വഴിമാറി ഇങ്ങനെ സഞ്ചരിക്കുന്നത് സുന്ദരമായ കാഴ്ചകളാണ്. ആ നോക്കി നിൽക്കുന്ന സമയത്തു തന്നെ ആകാശത്തിൻ്റെ ചെരിവുകളിൽ നോക്കി നിൽക്കുമ്പോൾ തന്നെ മാറി മറിയുന്ന വർണ്ണങ്ങൾ, വർണ്ണക്കീറുകൾ, മേഘങ്ങൾ ഇങ്ങനെ വർണ്ണാഭമായി മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇത് ഓരോ ദിവസവും മാറി മാറി വരുന്ന പ്രതിഭാസങ്ങളാണ്. ജീവിതത്തിൻ്റെ വലിയ പാഠങ്ങളാണ് ഓരോ സന്ധ്യകളും നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു ദിവസത്തെ മുഴുവൻ അധ്വാനവും കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ഈ പക്ഷികൾ, ചേക്കേറാനായി വരുന്ന പക്ഷികൾ, അവർ ചേക്കേറുകയും പിറ്റേന്ന് വീണ്ടും അവരുടെ കർമ്മ മണ്ഡലങ്ങളിലേക്ക് പറന്ന് പോവുകയും ചെയ്യും. ദൈവം എത്ര സുന്ദരമായാണ് ഈ പ്രകൃതിയെ ചേർത്ത് വച്ചിരിക്കുന്നത്, ഒരുമിപ്പിച്ച് നിർത്തുന്നത്, പരസ്പരം സഹായിച്ചും വളർത്തിയും വളരുവാനും ഇങ്ങനെ ചേർത്ത് വയ്ക്കുന്നത് എന്ന് നമ്മൾ അത്ഭുതപ്പെടുകയാണ്. ഓരോ സന്ധ്യകളും ഒരു ധ്യാനമാണ്. ഇന്ന് കാവ്യാമൃതത്തിൻ്റെ മനോഹരമായ ഈ ഗാനങ്ങൾ കേൾക്കുമ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ജീവിതം തന്നെ വളരെ സുന്ദരമായ ഒരു ധ്യാനമായി നമുക്ക് അനുഭവപ്പെട്ടേക്കാം. ഓരോ സന്ധ്യയും ഓരോ പ്രഭാതവും നമ്മുടെ മുമ്പിൽ ദൈവസ്തുതി കീർത്തനങ്ങളായി വീണ്ടും വീണ്ടും പുനരവതരിപ്പിക്കപ്പെടുമ്പോൾ ദൈവമേ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ഇരു കൈകളും നീട്ടി ഇരു കൈകളും കൂപ്പി നമ്മൾ തമ്പുരാന് ആരാധന അർപ്പിക്കുകയാണ്. ഒരുപക്ഷെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുവാൻ പോകുന്ന ഗാനങ്ങളൊക്കെയും ഇത്തരത്തിൽ ആരാധനയുടെ വ്യത്യസ്തമായ പ്രാർത്ഥനാനുഭവങ്ങൾ നമുക്ക് നൽകിയേക്കാം. കാവ്യാമൃതത്തിലെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. യേശുവിൻ്റെ രക്ഷാകര ജീവിതത്തെ വ്യക്തമായി അവതരിപ്പിക്കുന്ന ഒട്ടനവധി ഗാനങ്ങൾ ക്രൈസ്തവ ഭക്തിഗാനരംഗത്തുണ്ട്. 1975 ഇറങ്ങിയ ക്രൈസ്ത സേവ്യർ എന്ന ആൽബത്തിൽ വളരെ പ്രശസ്തനായ സംഗീത സംവിധായകൻ, പ്രത്യേകിച്ചും ആബേലച്ചൻ്റെ കലാഭവനിലൂടെ വളരെ സജീവമായി മാറിയ KK ആൻ്റണി മാഷ് ഈണമിട്ട അതിമനോഹരമായൊരു ഗാനമുണ്ട്. വാണി ജയറാമാണ് അത് പാടിയിരിക്കുന്നത്. കാലം കനിചൂടി എന്ന അതിമനോഹരമായ ഗാനം ഈശോയുടെ ജനനത്തെ വളരെ ഭംഗിയായി, വളരെ ശാലീന സൗന്ദര്യത്തോടുകൂടി അവതരിപ്പിക്കുന്ന ഒരു ഈണമാണത്. ആ ഈണത്തിനനുസരിച്ചുള്ള വരികളും. ദൈവം ഈ ഭൂമിയിൽ അവതരിച്ചത് അത് മാലാഖമാരാണ് അറിയിക്കുന്നത്, ആട്ടിടയന്മാരെ ആദ്യം. അതിനുശേഷം പിന്നീട് ഒട്ടനവധി ആളുകൾ ഈശോയുടെ ജനനത്തെക്കുറിച്ച് അറിയുന്നു. ഈശോയുടെ ജനനത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഇറങ്ങിയ അതിമനോഹരമായ ഗാനങ്ങളിൽ ഒരുപക്ഷെ ആദ്യത്തെ ഗാനങ്ങളിൽ പെടുന്നതാണ് കാലം കനിചൂടി എന്ന് തുടങ്ങുന്ന ഗാനം. മനോഹരമായ ഗാനം കേൾക്കുമ്പോൾ ക്രിസ്തുമസിൻ്റെ വളരെ കുളിർമയുള്ള ഒരനുഭവം നമ്മളെ തേടി വരുന്നുണ്ട്. ഈ ഗാനം നമുക്ക് കേൾക്കാം.
മലയാളത്തിൽ ഒട്ടനവധി ഗാനങ്ങൾ പല കോമ്പിനേഷൻസിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുണ്ട്. അത് അപൂർവമായി ഒരു പ്രാർത്ഥനാനുഭവമായി മാറിയിട്ടുമുണ്ട്. ക്രൈസ്തവ ഭക്തിഗാന രംഗത്ത് ബിച്ചു തിരുമല, ശ്യാം ജോഡികൾ ഒരുമിച്ച് ചെയ്ത വളരെ പ്രത്യേകതയുള്ള ഗാനങ്ങളുണ്ട്. അതിൽ ഇന്നും പ്രത്യേകിച്ച് ദാസേട്ടൻ്റെ ചെറുപ്പകാലത്തെ മനോഹരമായ സ്വരത്തിൽ, ശ്രുതിമധുരമായ സ്വരത്തിൽ നമ്മൾ കേട്ട് ശീലിച്ച ഒരു ഗാനമാണ് അപ്പവും വീഞ്ഞുമായി നീ. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഗാനങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ വളരെ സുന്ദരമായ ചില അനുഭവങ്ങളുണ്ടാവാം. അത് ആ സ്നേഹത്തിന് നമ്മൾ അർഹരാണോ അല്ലയോ എന്ന് നമ്മുടെ ഹൃദയത്തെ എപ്പോഴും ഇങ്ങനെ തപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമുയർത്തുന്ന ഗാനങ്ങളാണ്. എന്തിനു വേണ്ടിയാണ് യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുത്തത്? 30 വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി മാത്രമല്ലേ എന്ന് കവി പരിതപിക്കുമ്പോൾ, ഞാൻ എന്തിനു വേണ്ടിയാണ് ഓരോ ദിവസവും യേശുവിനെ ഒറ്റിക്കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ആ വരികൾക്ക് ഏറ്റവും സുന്ദരമായ രീതിയിൽ ഇണങ്ങുന്ന രീതിയിലുള്ള സംഗീതം, അത് ഏതൊരുവൻ്റെയും ഹൃദയത്തെ ഒന്ന് വിരളി പിടിപ്പിക്കും. പ്രാർത്ഥനാപൂർവം ഈ ഗാനം കേൾക്കുമ്പോൾ അത് വലിയൊരു ധ്യാനമാണ്. ഇന്ന് ഈ ഗാനം നമ്മൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഈശോയുടെ ഗത്സമനിയും അവിടുത്തെ പീഡാനുഭവവും ഗാഗുൽത്തായും ഒക്കെ നമ്മുടെ മുമ്പിൽ പലതരത്തിലുള്ള സിംബലുകളായി നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകി വരുന്നുണ്ട്. ഈ ഒരു ഗാനം ഒരു വിഷ്വൽ ബ്യൂട്ടി നമുക്ക് നൽകുന്നുണ്ട്. ഈ ഗാനം നമുക്ക് കേൾക്കാം. ജീവിതമാം കാൽവരിയിൽ മരക്കുരി
മരക്കുരിശുകൾ ചുമന്നിടുന്നിവരെന്നെന്നും അപ്പവും വീഞ്ഞുമായി നിൻ മാംസവും ചോരയും നീ ഞങ്ങൾക്കു പങ്കുവച്ചില്ലേ. നാണയം ചെറുചുംബനം കുരിശേറ്റിയൂദാ ഗുരുദേവനെയും ചില നാണയം ചെറുചുംബനം കുരിശേറ്റിയൂദാ ഗുരുദേവനെയും ഭൂലോകം പോലും കാലടിയിൽ വച്ചാലും മരക്കുരിശുകൾ ചുമന്നിടുന്നിവരെന്നെന്നും അപ്പവും വീഞ്ഞുമായി നിൻ മാംസവും ചോരയും നീ ഞങ്ങൾക്കു പങ്കുവച്ചില്ലേ. ഇവർ ചെയ്ത പാപങ്ങൾ ഒരു മുൾക്കിരീടമായി ശിരസാവഹിച്ചു മരക്കുരിശുകൾ ചുമന്നിടുന്നിവരെന്നെന്നും മരക്കുരിശുകൾ ചുമന്നിടുന്നിവരെന്നെന്നും മരക്കുരിശുകൾ ചുമന്നിടുന്നിവരെന്നെന്നും. കാവ്യാമൃതം 1974 ക്രൈസ്തവ ഭക്തിഗാന രംഗത്ത് വളരെ ഹൃദ്യമായ ഗാനങ്ങൾ നൽകിയ വർഷങ്ങളാണ്. AC ആർതർ, പീറ്റർ റൂബൻ ടീമിൻ്റെ യേശു നല്ലയിടയൻ എന്ന ആൽബത്തിലെ ജീവൻ ഉറവാം ദൈവപുത്ര എന്ന ഗാനം അത്തരത്തിൽ ഭക്തിസാന്ദ്രമായ ഒരു ഗാനമാണ്. ക്രൈസ്തവ ഭക്തിഗാന മേഖലയിൽ ഇന്നും നിറം മങ്ങാത്ത ഒരു ഗാനമാണത്. ആ ഒരു ആൽബം എല്ലാ പാട്ടുകളും തന്നെ ഹിറ്റ് സോങ്സ് ആയിരുന്നു. മലയാളികൾ ഓരോ പ്രഭാതത്തിലും പ്രാർത്ഥനാപൂർവം കേൾക്കുന്ന ഈണങ്ങളാണത്. ഇന്നും വളരെ സജീവമാണ്. യേശുവിൻ്റെ ജീവിതത്തിലെ വ്യത്യസ്തമായ സംഭവങ്ങളെ കോർത്തിണക്കി അവതരിപ്പിച്ചിട്ടുള്ള ഈ ഒരു ആൽബത്തിലെ ജീവൻ ഉറവാം ദൈവപുത്ര, ജീവിത വീഥിയിൽ വഴിതെളിച്ച് ഞങ്ങളെ നടത്തണമേ എന്ന് പ്രാർത്ഥിച്ചു പാടുന്ന ഈ ഒരു ഗാനം ആദ്യം കേൾക്കുന്നവർ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഇന്ന് കാവ്യാമൃതത്തിലെ ഇവിടെ ഇന്ന് കേൾക്കുന്ന ആദ്യമായിട്ടായിരിക്കാം. പുതിയ തലമുറ തീർച്ചയായിട്ടും ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടാവും. ഒരിക്കൽ കൂടി കേൾക്കുവാനുള്ള അവസരം നഷ്ടപ്പെടുത്തരുത് എന്നാണ് എൻ്റെ സ്നേഹപൂർവ്വമായ ഓർമ്മ. ഈ ഗാനം നമുക്ക് കേൾക്കാം. ജീവനിന്നുറവാം ദൈവപുത്ര
ജീവജലം ഇന്നും നൽകിടുക. കല്ലുകൾ ധൂപം കൊണ്ടെന്ന കരളിൽ സ്നേഹം ജ്വലിച്ചവനെ, കരൾക്കല്ലുകൾ ധൂപം കൊണ്ടെന്ന കരളിൽ സ്നേഹം ജ്വലിച്ചവനെ, കഷ്ടങ്ങളെതിർത്തു ജയിപ്പതിനാ കന്മഷം കഴുകണേ യേശുദേവാ. കഷ്ടങ്ങളെതിർത്തു ജയിപ്പതിനാ കന്മഷം കഴുകണേ യേശുദേവാ. ജീവനിന്നുറവാം ദൈവപുത്ര, ജീവിത പാതയിൽ തുണയേകൂ. ജീവനിന്നാഥനാമേശുദേവാ, ജീവജലം ഇന്നും നൽകിടുക. കപടതകൾ ചാട്ട കൊണ്ടടിച്ചു, കൽപ്പനകൾ പുതുക്കി തന്നവനെ, കപടതകൾ ചാട്ട കൊണ്ടടിച്ചു, കൽപ്പനകൾ പുതുക്കി തന്നവനെ, കണ്ണുകൾ കാണാത്ത കുരുടന്മാരെ കാരുണ്യഹസ്തങ്ങൾ രക്ഷിച്ചിടട്ടെ. കണ്ണുകൾ കാണാത്ത കുരുടന്മാരെ കാരുണ്യഹസ്തങ്ങൾ രക്ഷിച്ചിടട്ടെ. ജീവനിന്നുറവാം ദൈവപുത്ര, ജീവിത പാതയിൽ തുണയേകൂ. ജീവനിന്നാഥനാമേശുദേവാ, ജീവജലം ഇന്നും നൽകിടുക. നിത്യനായത്തിൻ ശബ്ദം ഉയരട്ടെ, നീതിയിൻ കാഹളധ്വനി മുഴങ്ങട്ടെ, നീതിയിൻ കാഹളധ്വനി മുഴങ്ങട്ടെ. ഓരോ ഗാനവും ആത്മാവിൽ ഒരു പുതിയ സംഗീതം നൽകുന്നുണ്ട്, പുതിയ ഒരു ദർശനം നമുക്ക് നൽകുന്നുണ്ട്. ഒരു ഉണർവ് ഈ ഒരു ഗാനം നമുക്ക് നൽകുന്നെങ്കിൽ അതൊരു പ്രാർത്ഥനാനുഭവമായി മാറുകയാണ്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഗാനത്തിൻ്റെ ഈരടികളാവാം അതുവരെ അന്ധമായിരുന്ന നമ്മുടെ ആത്മാവിലേക്ക് ഒരിറ്റ് വെളിച്ചം വീശുന്നത്. വരണ്ട് ഉണങ്ങിപ്പോയി എന്ന് നമ്മൾ കരുതി ജലാംശം തെല്ലുമില്ലാത്ത മരുഭൂമി പോലെയാണ് നമ്മുടെ മനസ്സെന്ന് കരുതി വിറങ്ങലിച്ച് നിൽക്കുന്ന സമയത്ത് ഒരല്പം ജലാംശം നമുക്ക് നൽകുന്നത് ഇത്തരത്തിലൊരു ഗാനമായിരിക്കാം. ജീവൻ ഇനിയും ഉറപൊട്ടുകയാണ്. അത് ഓരോ നിമിഷവും എന്നിലും നിന്നിലും. കാവ്യാമൃതം ഈ എപ്പിസോഡ് സമാപിക്കുമ്പോൾ പുതിയ ജീവൻ്റെ തുടിപ്പുമായി നമുക്ക് തമ്പുരാൻ്റെ മുഖാമുഖം നിൽക്കുവാൻ യോഗ്യരാകുവാൻ പരിശ്രമിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. നന്ദി. സത്യസൗന്ദര്യ സ്നേഹമാധുര്യം വഴിയുന്ന നിസ്തുല കാവ്യാമൃതം നുകരാം നമുക്കിനി നമ്മളിൽ തെളിക്കട്ടെ നിർമ്മല ഭാവങ്ങളും നന്മയും ആനന്ദവും നിത്യമീ കാവ്യാ